അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളെ ഓട്ടോമാറ്റിക്കും സെമി ഓട്ടോമാറ്റിക് പിന്നെ മാനുവൽ 3 ഇൻക്യുബേറ്ററാണ് ഉള്ളത്. അതിൽ സെമി ഓട്ടോമാറ്റിക്കാണ്. സെമി ഓട്ടോമാറ്റിക്കിൽ എങ്ങനെ വെക്കുന്നത് നമ്മൾ പറഞ്ഞുതരാം. അതിനായിട്ട് നിങ്ങൾക്ക് കൊറിയർ കിട്ടുന്ന ടൈമിൽ ഇവിടുന്ന് ഈ 4 സൈഡിൽ നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്, വൈറ്റ് ടാപ്പ്. അത് കുറച്ച് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ബോക്സ് ഇങ്ങനെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ വോൾട്ടിൻ്റെ ഒപ്പം ഇതിൽ നമ്മൾ വെള്ളം ഒഴിക്കണം. ഇതിൽ കമ്മി വരുന്നത് നമ്മൾ ഡെയിലി നോക്കുക, കമ്മി ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതാണ് ട്രേ. ഈ ട്രേയിൽ പിന്നെ സാധാ ഇതിൽ ലിവർ കൊടുക്കാറുണ്ട് നമ്മൾ പുറത്തുനിന്ന് വലിക്കാൻ. അപ്പോൾ പുറത്തുനിന്ന് വലിച്ച് കഴിഞ്ഞാൽ നമ്മൾ മുട്ടകൾ ഒരുപാട് പൊട്ടുക എന്നുള്ള കംപ്ലൈൻറ്റുകളുണ്ട്. അത് നമ്മുടെ വീട്ടിൽ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളറിയാതെ അവർ പോയിട്ടൊന്ന് വലിക്കും. അവരെ വലിയിട്ട് ചെറിയ സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ മുട്ട പൊട്ടും. അപ്പം അതിനും വേണ്ടിയിട്ട് നമ്മൾ ആ ലിവർ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഓപ്പൺ ചെയ്യുക, ഇതിൻ്റെ മരുന്ന് നീക്കി കൊടുത്താൽ മതി. കണ്ടോ, ഇത്രേ പണിയുള്ളൂ. ലിവർ ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നമുണ്ട്, മുട്ടകൾ വെറുതെ നാശമാകുകയാണ്. അപ്പോൾ ഇതിൽ മുട്ട വെക്കുന്ന രീതി ഇങ്ങനെയാണ്. കളീൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ മുട്ടകൾ വെക്കുക. ഇത് 45 വെക്കുന്ന സെമി ഓട്ടോമാറ്റിക്കാണ് കേട്ടോ. 45 മുട്ട ഇതിൽ 5, 10, 15, 20, 25, 30, 35, 40, 45. എന്നിട്ട് നമ്മൾ എന്താ ഇത് ഇതേമാതിരി തന്നെ അടച്ചു വെക്കുക. അടച്ചു വെച്ചതിന് ശേഷം ഇത് ഓൺ ചെയ്യുക. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈറ്റ് ഇതിൽ 37.5 നമുക്ക് ഇതിൽ ചൂട് വേണ്ടത്. ആ 37.5 ചൂടായി കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ഓഫ് ആവും. പിന്നെ അത് കുറച്ച് കഴിഞ്ഞാൽ ഇത് ചൂട് പോകുന്നതിനനുസരിച്ച് വീണ്ടും ഓണാവും. ഓക്കെ. പിന്നെ അതേമാതിരിക്ക് ഈ ബോക്സ് ഒരിക്കലും ഓപ്പൺ ചെയ്യണം. ഇതിലാണ് ഇതിൻ്റെ സെറ്റിങ്സൊക്കെ ഇതെല്ലാം വരുന്നത്. ഇത് ഓപ്പൺ ചെയ്യാൻ പാടില്ല. പിന്നെ അതേമാതിരിക്ക് നമ്മൾ എന്താ രാത്രി അല്ലെങ്കിൽ രാവിലെ ഇതേമാതിരിക്ക് ഈ ട്രേ ഇങ്ങനെ വലിക്കണം. ഈ ട്രേ ഇതേമാതിരിക്കാണ് വലിക്കുക കേട്ടോ. ഇതേമാതിരി വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ മുട്ടൊക്കെ റൊട്ടേഷൻ ആവും. ഇനി നമ്മൾ രാത്രി എന്താ ഇതേമാതിരി തന്നെ ഇങ്ങോട്ട് നീക്കി കൊടുക്കുക. രാവിലെ അങ്ങനെ തന്നെ ഇപ്പോൾ 2-3 നേരമായാലും കുഴപ്പമൊന്നുമില്ല. 2 നേരം നിർബന്ധമായിട്ടും ചെയ്യണം. ഇനി ഇതിൽ 45 മുട്ട വെക്കണം എന്നില്ല. നിങ്ങൾക്ക് 10 ഉള്ളെങ്കിൽ 10 വെക്കാം, 5 ആണെങ്കിൽ 5 വെക്കാം, 40 ആണെങ്കിൽ 40 വെക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം 18 ദിവസം ഇത് ചെയ്താൽ മതി. 18 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഇത് അനക്കരുത്. കോഴിമുട്ടക്കാണെങ്കിൽ 18 ദിവസം, കാടമുട്ടക്കാണെങ്കിൽ 15 ദിവസം, താറാമുട്ടക്കാണെങ്കിൽ 25 ദിവസം. അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.